ബജറ്റിൽ സ്വർണത്തിന്റെ തീരുവ കുറച്ച നടപടി നേട്ടമായി. ഒരാഴ്ച കൊണ്ട് സ്വർണ്ണവിലയിൽ പവന് 3400 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ബജറ്റ് അവതരണത്തിന് ദിനമായ ജൂലൈ 23-ന് രാവിലെ പവന് 53,960 രൂപയായിരുന്നു വില. ഉച്ചകഴിഞ്ഞ് 51,960 രൂപയിൽ വില കുറഞ്ഞു. ഇന്ന് പവൻ 50,560 രൂപയാണ് സ്വർണത്തിന്റെ വില. ഗ്രാം വിലയിൽ 20 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 6,320 രൂപയിലെത്തി. ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് കുത്തനെ ഇടിഞ്ഞ സ്വർണ്ണവില വർധനവിന് ശേഷമാണ് വീണ്ടും ഇടിഞ്ഞത്. 3,560 രൂപയാണ് ബജറ്റ് അവതരണത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വരെ കുറഞ്ഞത്. തുടർന്ന് ശനിയാഴ്ച മുതലാണ് വില ഉയരാൻ തുടങ്ങിയത്. 2 ദിവസത്തിനിടെ 320 രൂപയാണ് വർദ്ധിച്ചത്. 2024-ൽ ഇതുവരെ മികച്ച നേട്ടമാണ് സ്വർണം നൽകിയത്. നിഫ്റ്റിയേക്കാൾ മികച്ച പ്രകടനമാണിത്. ജൂലൈ 17-ന് പവന് 55,000 രൂപ വരെ വിലയെത്തിയിരുന്നു. സുരക്ഷിതമായ ആസ്തി എന്ന നിലയിൽ സ്വർണത്തിനിപ്പോൾ സ്വീകാര്യതയേറിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 15% നിന്ന് 6% കുറയ്ക്കുകയായിരുന്നു. ഇതാണ് പെട്ടെന്ന് സ്വർണ്ണവില കുറയാൻ കാരണം. സെൻട്രൽ ബാങ്കുകൾ തുടർച്ചയായി സ്വർണം വാങ്ങുന്നതും സ്വർണ്ണവില ഉയരാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.